ഓശാന ഞായറാഴ്ചകളിൽ നാം ഉപയോഗിക്കുന്ന കുരുത്തോലയ്ക്ക് പിന്നിലെ രസകരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ ലഘുവിവരണമാണിത്. ഈന്തപ്പന ഓലകൾക്ക് പകരം നമ്മുടെ കേരളത്തിൽ കുരുത്തോല ഉപയോഗിക്കാൻ തുടങ്ങിയതിന് പിന്നില് വെറും വിശ്വാസം മാത്രമല്ല കേട്ടോ, ഒരൽപ്പം സസ്യശാസ്ത്രവും പ്രകൃതിയോടുള്ള അതിശയകരമായ ഇണങ്ങിച്ചേരലും കൂടിയുണ്ട്. ഒന്നാമതായി ചരിത്രപരമായ ഒരു പൊരുത്തപ്പെടൽ തന്നെ നമുക്ക് നോക്കാം. യേശു ജെറൂസലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾ വീശിയത് ഈന്തപ്പനയോലകളായിരുന്നു. പക്ഷേ മരുഭൂമിയിലെ ആ മരം നമ്മുടെ നാട്ടിലില്ലാത്തപ്പോൾ നമ്മൾ എന്തു ചെയ്യും? തീർച്ചയായും നമ്മുടെ സ്വന്തം കൽപ്പവൃക്ഷത്തെ തന്നെ നമ്മൾ ആശ്രയിക്കും, അല്ലേ? അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ പ്രാദേശികമായി ധാരാളമുള്ള തെങ്ങിന്റെ ഇളം ഇലകളായ കുരുത്തോലകൾ ഇതിനായി ഉപയോഗിച്ചു തുടങ്ങിയത്. രണ്ടാമതായി ഇതിന്റെ മഞ്ഞ നിറത്തിന് പിന്നിലെ സയൻസ് എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഇതിന് ഇളം മഞ്ഞ നിറമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും തെങ്ങിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് സൂര്യപ്രകാശം ഏൽക്കാതെ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇലയാണിത്. ഒരു ഡാർക്ക് റൂമിൽ നമ്മൾ ഫോട്ടോ ഡെവലപ്പ് ചെയ്യുന്നത് പോലെയാണിത്. വെളിച്ചം തട്ടുന്നതുവരെ അതിന്റെ യഥാർത്ഥ പച്ചനിറം പുറത്തുവരില്ല. വെളിച്ചം കിട്ടാത്തതുകൊണ്ട് പച്ചനിറം നൽകുന്ന ക്ലോറോഫിൽ ഇതിലുണ്ടാകുന്നില്ല. പകരം കരോട്ടിനോയിഡുകൾ എന്ന ഘടകമാണ് ഇതിനാ ഭംഗിയുള്ള ഇളം മഞ്ഞ നിറം നൽകുന്നത്. ഈ സമയത്ത് ഇലകൾ കൊട്ടും കട്ടിയില്ലാത്തതുകൊണ്ട് അവ പൊട്ടാതെ എളുപ്പത്തിൽ വളച്ചെടുക്കാനും നമുക്ക് സാധിക്കും. അവസാനമായി ഇതിന് പിന്നിലെ ഗണിതത്തെക്കുറിച്ച് പറയാം. കുരുത്തോലയുടെ ഈ എളുപ്പം വളയുന്ന സ്വഭാവമുള്ളതുകൊണ്ടാണ് പശയോ മറ്റു സാധനങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ മുൻതലമുറകൾ മനോഹരമായ കുരിശുകൾ നിർമ്മിക്കുന്നത്. ഇലകളുടെ ഞരമ്പുകളും കൃത്യമായ മടക്കുകളും ഉപയോഗിച്ച് അവ പരസ്പരം കുരുത്തുരുന്ന ഈ രീതി ശരിക്കും ഒരു ജ്യാമിതീയ കല തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കുരുത്തോല എന്നത് കേവലം ഒരു പകരക്കാരൻ മാത്രമല്ല, നമ്മുടെ പ്രാദേശിക പ്രകൃതിയും ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള മനോഹരമായ ഒരു കൂടിച്ചേരലാണ്.